ശിശുക്ഷേമ സമിതിയുടെ കഞ്ഞിക്കുഴി ചിൽഡ്രൻസ് ഹോമിൽ നിന്നും 3 ആൺകുട്ടികളെ കാണാതായി. 15-14 വയസ്സുള്ള കുട്ടികളെയാണ് കാണാതായത്. വൈകുന്നേരം മുതലാണ് കുട്ടികളെ കാണാതാവുന്നത്. കഞ്ഞിക്കുഴിയിലെ ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളാണ് 3 പേരും. മാരാരിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, എപ്പോഴാണ് ഈ കുട്ടികളെ കാണാതായത്? അന്വേഷണം എന്തായി? റോഷ്നി, സംസ്ഥാന സർക്കാരിന്റെ ശിശുക്ഷേമ സമിതിയുടെ കഞ്ഞിക്കുഴി ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ്, ഹോപ്പ് എന്ന പേരുള്ള കഞ്ഞിക്കുഴിയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി 3 ആൺകുട്ടികളെ കാണാതായത്. 15 വയസ്സുള്ള 2 കുട്ടികളും 14 വയസ്സുള്ള ഒരു കുട്ടി, ഇങ്ങനെ 3 പേരെയാണ് കാണാതായത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാരാരിക്കുളം പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അലർട്ട് നൽകിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ക്രമീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 3 മാസക്കാലമായി കുട്ടികൾ ഇവിടെ താമസം ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരെ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറക്കിയിരുന്നു. അതിനുശേഷം ഈ കുട്ടികളെ അകത്തേക്ക് കയറ്റുമ്പോൾ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്താണ് ഈ കുട്ടികൾ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം അധികൃതർ അറിയുന്നത്. ഇപ്പോൾ മാരാരിക്കുളം പോലീസിൽ ശിശുക്ഷേമ സമിതിയുടെ ജീവനക്കാരെത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 2 സാധ്യതകളാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ഒന്ന്, ഈ കുട്ടികൾ ഈ ജന്മാഷ്ടമി ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരികെ എത്തിയില്ല, ആ സമയത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത ഇവർ പറയുന്നത് വലിയ ബന്ധംസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഹോമാണ്. ഗേറ്റ് തുറക്കുന്നത് ക്യാൻറ്റീനിൽ നിന്ന് വരുന്ന വാഹനം എത്തുമ്പോൾ മാത്രമാണ്. ആ വാഹനം എത്തിയപ്പോൾ ഗേറ്റ് തുറന്നതുമായി ബന്ധപ്പെട്ട സമയത്തായിരിക്കാം ഈ കുട്ടികളെ കാണാതായത് അല്ലെങ്കിൽ കുട്ടികൾ പോയത് എന്നുള്ളതാണ്. എന്തായാലും മാരാരിക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സമീപ ജില്ലകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഷ്നി, റിനു, ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു ഇടമാണല്ലോ, അപ്പോൾ ആരുടെയും ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? തീർച്ചയായും നിലവിൽ അത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം 50-ലധികം കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പല വിഭാഗത്തിൽ നിന്ന് ഉള്ള കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുട്ടികൾ 3 മാസക്കാലമായി ഇവിടെ എത്തിയിട്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ കുട്ടികൾ ഏത് വിധേയനാണ് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഏത് വിധേയനാണ് ഇവർ രക്ഷപ്പെട്ടത് അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ ഒരു കുട്ടികളെ കാണാതായി എന്നുള്ളൊരു സ്ഥിരീകരണം വരുന്നത്. തുടർന്നാണ് പോലീസിന് വിവരം ലഭിക്കുകയും പോലീസ് അന്വേഷണം ആരംഭിച്ചതും വാഹനങ്ങളിൽ കയറി, അതായത് ബസ്സിലോ ട്രെയിനിലോ കയറി എങ്ങോട്ടെങ്കിലും പോയിരിക്കാം എന്നുള്ളതാണ് നിലവിലെ സാധ്യത. എന്തായാലും റെയിൽവേ സ്റ്റേഷനുകളുടെയും KSRTC പ്രദേശത്തെയും CCTV ഉൾപ്പെടെയുള്ളവ നിരീക്ഷിച്ച് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ കുട്ടികൾ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പങ്കുവയ്ക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.